പക്ഷേ ഈ തുർക്കി ഇപ്പോ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ് തുർക്കി എന്ന് പറയുന്നത്. കാരണം ഈ ചെങ്കോട്ട സ്ഫോടനത്തിലെ ആളുകൾ മുഴുവൻ, അതായത് വൈറ്റ് കോളർ ടെററിസത്തിലെ ഡോക്ടർമാർ മുഴുവൻ ചർച്ച നടത്തിയതും അതിന്റെ പ്രധാന കണ്ണികളും ഒക്കെ തുർക്കിയിലെന്നാണ് പറയുന്നത്. ഈ തുർക്കിയോട് ഇസ്രായേലിനും പകയുണ്ട്. കാരണം ഈ ഖത്തറിനെ ആക്രമിച്ച സമയത്ത്, അതായത് ഹമാസിന്റെ നേതാക്കൾ ഖത്തറിൽ സുഖവാസം ചെയ്ത് നിവർത്തിയില്ലാതെ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് ഈ ഖത്തറിൽ നിന്ന് ഓടിയ ഹമാസ് തുർക്കിയിലെ അങ്കാറയിലാണ് ഒളിച്ചത്. തുർക്കിക്കും ഇസ്രായേലിനും ഇന്ത്യക്കും ഒരുപോലെ ശത്രുവാണ് ഇപ്പോൾ തുർക്കി. തുർക്കിയെ തീർക്കാനായി പുതിയ മിസൈലുകളുടെ തയ്യാറെടുപ്പിൽ, അല്ലെങ്കിൽ മിസൈലുകൾ ഉണ്ടാക്കുന്ന പരീക്ഷണങ്ങളിലാണ്. അതായത് ഇനി തുർക്കി തല പൊക്കരുത്, ആ നീക്കത്തിലേക്കാണ് ഇസ്രായേൽ കടന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇസ്രായേലിന്റെ നീക്കം എങ്ങനെയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അമേരിക്ക പോലും പറഞ്ഞിട്ട് കേൾക്കാതെയാണ് ഖത്തറിനെ ആക്രമിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തുർക്കിക്കും ഇത്തരത്തിൽ ഒരു അതായത് അപ്രതീക്ഷിതമായ ഒരു നീക്കം തുർക്കിയിലും ഉടനെ സംഭവിക്കാൻ സാധ്യതയില്ലേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന്? ഇസ്രായേലിന്റെ ഒരു വാർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അവരെ ആരും ആക്രമിക്കാനായിട്ട് വരാൻ പാടില്ലാത്ത തരത്തിൽ അവരുടെ ശത്രുക്കളായി തീരാൻ സാധ്യതയുള്ളവർ ആര് എന്ന് കണ്ടെത്തി അവരെ ഈ സമീപകാല യുദ്ധ സാഹചര്യത്തിൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. വേറെ ഒരു സമയമുണ്ടാക്കി ആക്രമിക്കാൻ നടക്കുമ്പോൾ അതിന് പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ പക്ഷേ അവർ പലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിലാണ്, ഹമാസുമായിട്ടുള്ള യുദ്ധത്തിലാണ്, അതിനോടൊപ്പം തന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലാണ്. അങ്ങനെ പലരുമായിട്ട് ഈ യുദ്ധത്തിൽ ആണ് ഇപ്പോൾ ഇസ്രായേൽ. അങ്ങനെ നിൽക്കുന്ന ഇസ്രായേലിനെ ഇപ്പോൾ അവരുടെ ശത്രുവായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ ആക്രമിക്കുന്നതായ പ്രധാനപ്പെട്ട കക്ഷികൾ എന്ന് പറഞ്ഞാൽ ഹമാസാണ്. ആ ഹമാസിനെ സുരക്ഷിതമായിട്ടുള്ളൊരു ഇടം നൽകി. അങ്കോറയിലാണ് അതിൻ്റെ ഇടം നൽകിയത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ അവരുമായിട്ട് ശത്രുതയുണ്ട്. പക്ഷെ അതും പറഞ്ഞിട്ട് അവരെ കയറി ആക്രമിക്കാനായിട്ട് കാരണമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തുർക്കി എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ ഉപദ്രവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഭീകരവാദികൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, ഗൂഢാലോചനയൊക്കെ നടത്തുന്നുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത വരുന്നു. അതിൽ എത്ര ശരിയുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഈ വാർത്തകളിൽ നിന്ന് വാർത്തകളിലേക്കുള്ള യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തുർക്കി പലതരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തുന്ന ഒരു കേന്ദ്രമായിട്ട് മാറി നിൽക്കുകയും ഇസ്ലാം തീവ്രവാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന ഒരു തോന്നൽ പൊതുവെ ഈ ലോകശക്തികളുടെ ഇടയ്ക്ക് നിലനിൽക്കുന്നത്. ഈ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ അവരെ ആക്രമിക്കാനും ഇല്ലായ്മ ചെയ്യാനുമായിട്ട് തീരുമാനിക്കുന്നത്. കാരണം ഇസ്രായേൽ കരുതുന്നത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ആരാണ് എന്ന് വെച്ചാൽ ഇറാൻ അങ്ങനെ ആക്രമിക്കാൻ വരാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപദ്രവങ്ങളെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലവർക്ക് വൻ വിജയമൊന്നും നേടാനായിട്ട് കഴിഞ്ഞില്ല. അവർക്ക് നല്ല രീതിയിൽ പരിക്കൊക്കെ പറ്റി. അപ്പം അതുകൊണ്ട് വരാൻ പോകുന്ന ഭാവിയിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് തുല്യശക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ സാധ്യത സൃഷ്ടിച്ചതുകൊണ്ട് വേണ്ട, പരസ്പരം അടിക്കേണ്ട, നമുക്ക് പരിക്കേൽക്കേണ്ട, മാറി നിൽക്കാം എന്ന സമീപനത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അവരെ അങ്ങനെ അകറ്റി നിർത്താനായിട്ട് കഴിഞ്ഞു. പിന്നെയുള്ള പ്രശ്നം എന്താണ്? ഹിസ്ബുള്ളയെ തകർക്കുക എന്നുള്ളതാണ്, ഹൂറികളെ തകർക്കുക. ഇങ്ങനെ ഒരുപാട് അവരുടെ ശത്രുക്കളെന്ന് വിചാരിക്കപ്പെടുന്നതായിട്ടുള്ള ആളുകൾ, ഹമാസ് അടക്കമുള്ള മുഴുവൻ ആളുകളെയും തകർക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ നടക്കുന്ന സമയത്താണ് ഇവരുടെ ഈ ശത്രുക്കൾക്ക് മുഴുവനും കേന്ദ്രം നൽകുന്നതും അതേപോലെ തന്നെ സമ്പത്ത് നൽകുന്നതും ആയുധങ്ങൾ നൽകുന്നതുമായിട്ടുള്ള ഒരു ശക്തിയാണ് തുർക്കി എന്ന് കണ്ടെത്തുകയും ആ തുർക്കിക്കെതിരെയുള്ള കരിനീക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് തുർക്കി ഇന്ത്യയിൽ ഭീകരപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തു. ഇന്ത്യയും അതേപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം കുറച്ചുകൂടി ഉയർത്തി കാണിച്ച് ഇസ്രായേൽ തുർക്കിയെ അടിക്കാനായിട്ട് തീരുമാനിക്കുന്നു എന്ന് പറയുന്ന വാർത്തയാണ് പരന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരുമിക്കുകയാണ്, ഒപ്പം തുർക്കിയും. അതായത് ഇവരുടെ 3 പേരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഒന്ന് ഇസ്രായേലിലെ ഇസ്രായേലിനെ തീർക്കുക, 2 അതായത് തുർക്കിയുടെ ആവശ്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ തീർക്കുക. കാരണം അവിടെ ഹമാസിന്റെയും ഇവർക്ക് ഈ ഭീകരവാദികളെ സംരക്ഷിക്കുന്നതാണല്ലോ ഈ 3 രാജ്യങ്ങളുടെയും ഒരു അജണ്ട എന്ന് പറയുന്നത്. പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഇന്ത്യയെ തകർക്കുക, അല്ലെങ്കിൽ ഇന്ത്യ ഇല്ലാതാക്കുക, ഭീകരരെ അഴിച്ചുവിട്ടുകൊണ്ട് ഇന്ത്യ ഇല്ലാതാക്കുക. ഈ 3 രാജ്യങ്ങളും ഇപ്പോൾ ലോകത്തിനിടയിൽ തന്നെ ചർച്ചയാവുകയാണ്. കാരണം ഭീകരരെ വളർത്തുകയും അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന 3 രാജ്യങ്ങൾ. ഇതിനൊപ്പം തന്നെ UAEയും ഖത്തറും ഒക്കെ, സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഒരു ഭാഗത്ത് ചോദ്യചിഹ്നമായി നിൽക്കുന്നു. കാരണം ഇവിടെ നിന്ന് പോകുന്നവരെല്ലാം
ഭീകരവാദികളെല്ലാം അഭയം തേടുന്നത് ഈ മുസ്ലിം രാജ്യങ്ങളിലാണ്. സ്വാഭാവികമായും ഈ ഖത്തറും യു എയും സൗദിയുമായും ഒക്കെ ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്. പക്ഷെ ഇസ്രായേലിന് അങ്ങനെ അല്ല. ഇസ്രായേൽ ആക്രമിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു ചിന്തയൊന്നുമില്ല. അവര് കയറി മേഞ്ഞിട്ടേ പിന്നെ ബാക്കി സംസാരമുള്ളൂ. അത് ഖത്തറിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ നമ്മുടെ ചെങ്കോട്ടയിലെ പ്രതി ഉഗാസ, പിന്നെ അതൊരു പിന്നെ യഥാർത്ഥ പേരല്ല എന്നാണ് പറയുന്നത്. അയാളിപ്പോ യു എയിൽ എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ യു എയുമായൊക്കെ അടുത്ത ബന്ധമുള്ള നമ്മുടെ ഇന്ത്യയെ തകർക്കാൻ ഇത്തരത്തിലുള്ള ഭീകരർ ഈ GCC പോലുള്ള രാജ്യങ്ങളിൽ ചേക്കേറി കഴിയുമ്പോൾ ആ രാജ്യങ്ങളും നമ്മുടെ ശത്രുക്കളായി മാറാനുള്ള സാധ്യതയില്ലേ? അങ്ങനെ ശത്രുക്കളാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസ് നിലനിർത്താൻ കഴിയും. കാരണം ഓരോ രാജ്യങ്ങളിലേക്കും പൗരന്മാർ മൈഗ്രേറ്റ് ചെയ്യുന്നതിന് ആ രാജ്യങ്ങളുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളനുസരിച്ചുള്ള മൈഗ്രേഷൻ പോസിബിളാണ്. അങ്ങനെ ഇവിടെയൊക്കെ ആളുകൾ എന്ത് ചെയ്യും? മൈഗ്രേറ്റ് ചെയ്യും. അവരവിടെ താമസിച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അവരെ കണ്ടെത്തുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ കേന്ദ്രമാണ് നിങ്ങളുടെ രാജ്യം എന്ന് പറഞ്ഞ് ആ കേന്ദ്രവുമായിട്ട് ഒരു ശത്രുത പ്രഖ്യാപിക്കാനും അവരുമായിട്ടുള്ള ബന്ധമില്ലാതാക്കാനും ഇന്ത്യക്ക് കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെയല്ല വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളുടെ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ നമ്മളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതെല്ലാം രാഷ്ട്രങ്ങളുമായിട്ട് നമുക്ക് സൗഹൃദം ആവശ്യമാണ് ആ രാഷ്ട്രങ്ങളായിട്ട് നമ്മൾ സൗഹൃദം പുലർത്തും. അങ്ങനെ നമ്മൾ സൗഹൃദം പുലർത്തുന്ന രാഷ്ട്രങ്ങളിൽ ഭീകരവാദികൾ പ്രവർത്തന കേന്ദ്രങ്ങളാക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ഇറാഡിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തുടച്ചു മാറ്റാനായിട്ടുള്ള ഒരു പദ്ധതി നമുക്ക് ആസൂത്രണം ചെയ്യാനായിട്ട് കഴിയും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ പാകിസ്ഥാനും അതേപോലെ ബംഗ്ലാദേശും തമ്മിലുള്ള സഖ്യം, ഉടമ്പടി, അടുപ്പം എന്ന് പറയുന്നതിന് വലിയ പരിക്ക് നമ്മൾ വലിയ അമ്പരപ്പൊന്നും കാണിക്കേണ്ട കാര്യമില്ല. പാകിസ്ഥാനായിരുന്നു ബംഗ്ലാദേശ്. അപ്പോൾ പാകിസ്ഥാനെ കീറിമുറിച്ച് 2 രാഷ്ട്രമാക്കി മാറ്റിയത് യഥാർത്ഥത്തിൽ ഇന്ത്യയുമായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അവർ നേരത്തെ പിരിഞ്ഞു പോയ സഹോദരന്മാർ ഒരുമിച്ച് ചേരുന്നു എന്ന് മാത്രമേ കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇന്ത്യയും അതേപോലെ തന്നെ പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധവും ഇതേപോലെ തന്നെ വേണമെങ്കിൽ ഈ തീവ്രവാദ വൈരാഗ്യം പുലർത്തുന്ന സ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ വേണമെങ്കിൽ ആലോചിക്കാവുന്നതായിരുന്നു. കാരണം എന്താണ്? ഒരു അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമായിട്ട് നിലനിന്നിരുന്നതാണ് പാകിസ്ഥാനുമൊക്കെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നീട് പാകിസ്ഥാൻ മതരാഷ്ട്രമായി മാറിത്തരികയും അവിടെ പട്ടാള ഭരണം നിലവിൽ വരികയും ചെയ്ത സമയത്ത് മറ്റ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾക്കും അതേപോലെ തന്നെ മറ്റ് തരത്തിലുള്ള ബന്ധങ്ങൾക്കും പ്രസക്തിയില്ലാതായി തീർന്നു. ആ പ്രസക്തിയില്ലായ്മയാണ് ഇന്ത്യയും പാകിസ്ഥാനും നിരന്തരമായിട്ടുള്ള ശത്രുപക്ഷത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശ് നമ്മൾ തന്നെ സഹായിക്കുകയും നമ്മൾ വളർത്തുകയും ചെയ്ത ഒരു രാഷ്ട്രമാണെങ്കിലും ഇപ്പോൾ ആ ബംഗ്ലാദേശിൽ തന്നെ ഉള്ള പ്രത്യേകിച്ച് മുസ്ലിം ഭീകരവാദികൾ അതിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിച്ചേരുകയും അവർ ഇന്ത്യയുടെ ശത്രുത പ്രഖ്യാപിക്കുകയും അങ്ങനെയാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ശത്രുവായിട്ട് മാറുന്നത്. ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരുമിച്ച് നിൽക്കുകയും അവരെ സഹായിക്കാൻ തുർക്കി വരികയും ചെയ്ത സമയത്താണ് അത് ഈ 3 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധമായിട്ട് വികസിക്കുന്നത്. ആ ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ റെഡ് ഫോർട്ടിനടുത്ത് നടന്ന ബ്ലാസ്റ്റിനെ അല്ലെങ്കിൽ പൊട്ടിത്തെറിയെ വിലയിരുത്തുന്നത്. രാഷ്ട്രം വളരെ ഗൗരവമായിട്ട് ഇക്കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയും ഇതേപോലെയുള്ള സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല എന്ന് പറയുന്ന ഒരു നിർബന്ധ ബുദ്ധി ഭരണകൂടത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവും.